ഈ സന്ധ്യാവേ, ഈ ജനാർദ്ദൻ സന്ധ്യാവേ എന്ന് വിളിക്കുമ്പം ഒരാവശ്യമില്ലാണ്ട് ഇന്ധനം ചേട്ടൻ ഞാൻ കണ്ടിട്ടുണ്ട് നല്ലതാന്ന് പറയുന്നതുകൊണ്ട് ഒരു കാര്യമില്ല അത് ഏറ്റുപിടിക്കേണ്ടത്. പുള്ളി പ്രൊമോട്ട് ചെയ്യുക ഈ വന്ന ആളെ. നിങ്ങളുടെ ഒരു സൗഹൃദം എന്നാണ് അശോകൻ ചേട്ടാ തുടങ്ങുന്നത്? സിദ്ദിഖായിട്ടല്ല സൗഹൃദം, സിദ്ദിഖ് ലാലായിട്ടാണ് തുടങ്ങണത്. കാരണം ഈ ഞാൻ ഒറ്റയ്ക്ക് അന്ന് മിമിക്രി ഇല്ലല്ലോ, മോണോ ആക്ട് അല്ല, അങ്ങനെ കോമഡി പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് ഒറ്റയ്ക്ക് കോമ്പറ്റീഷന് പോകുന്നൊരു കാലഘട്ടമാണ്. അപ്പം ഞാൻ മോണോ ആക്ട് ചെയ്ത് എനിക്ക് പല സ്ഥലത്തുനിന്ന് പ്രൈസ് കിട്ടുന്നു. പിന്നീട് അത് മിമിക്രിയിലേക്ക് മാറുന്നു. ഞാൻ ആ സമയത്താണ് ഞാൻ സിദ്ദിഖ് ലാലിൻ്റെ ഷോസ് കാണുന്നത്. സ്വന്തം ഇവർ രണ്ടുപേരും കൂടി പോകുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ. അപ്പോൾ അത്ഭുതം തോന്നിപ്പോയി. കാരണം ഇങ്ങനൊരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടേ ഇല്ല. കാരണം നമ്മൾ ആലപ്പി അഷ്റഫിൻ്റെയും പട്ടൻ സദൻ്റെയും അനിഫിക്കയുടെയൊക്കെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടെങ്കിൽ, ഇഞ്ചുല കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഉള്ളൊരു കോമ്പിനേഷൻ ഐറ്റംസ് നമ്മൾ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. കാരണം ഇവർ ചെയ്യുന്ന ഐറ്റംസ് ഒന്നും പഴയതല്ല. അന്ന് ആരും ചെയ്യാനും പറ്റാത്ത സംഭവങ്ങളാണ്. യന്ത്രമനുഷ്യൻ, അതൊക്കെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അത് ഇവർ തന്നെ ചെയ്യണം. കാരണം ലാലിനാണ് നല്ല ഹൈറ്റ് ഉണ്ട്. ഞാനൊക്കെ എൻ്റെ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ട് കൈയടിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ മിമിക്രി തുടങ്ങുന്നത് തന്നെ എൻ്റെ റോൾ മോഡൽസ് ഇവർ രണ്ടുപേരുമാണ്. അവിടെ നിന്നാണ് ഞാൻ മിമിക്രി എന്ന് പറയുന്ന സാധനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് തന്നെ. ശരിക്ക് അന്ന് ഞാൻ ആ കാലഘട്ടത്തിൽ 10-13 സ്റ്റാർസിനെ കാണിക്കുമായിരുന്നു. അന്ന് സ്റ്റാർസ് മാത്രമേ ഞാൻ ചെയ്തിരുന്നുള്ളൂ. ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ഇവർ ചെയ്യുന്ന ഈ ഐറ്റംസ് കാണിക്കണം എന്നൊക്കെ. അങ്ങനെ ഞാൻ ഇവരെ രണ്ടുപേരെയും കൂടി എനിക്ക് കിട്ടിയിട്ടില്ല. സിദ്ദിഖിനെ ഞാൻ ഒരിക്കൽ പോയി കണ്ടു, പരിചയപ്പെടാൻ വേണ്ടി. പുല്ലപ്പള്ളിക്ക് ചെന്ന് പരിചയപ്പെടാൻ വേണ്ടി ഞാൻ ചെന്ന് കണ്ടു. അതിനുശേഷം ലാലിനെ ഞാൻ കാണുന്നത്. പിന്നെ ഇവർ രണ്ടുപേരെ പ്രോഗ്രാംസ് കാണാൻ ഞാൻ പോകും. എവിടെ ഉണ്ടെങ്കിലും ഞാൻ പോയി കാണും. അവിടെയൊക്കെ ഞാൻ ചെന്ന് ഇവരെ പരിചയപ്പെടും. ഞാൻ ഇന്ന ആളാണ്, ഞാനാണെന്ന് പറയുമ്പോൾ. കാരണം ഇവർക്ക് ഓർമ്മയുണ്ടാവില്ലെന്നാണ് എൻ്റെ വിചാരം. എനിക്കറിയാം അവിടെ ഉള്ള ഇന്ന സ്ഥലത്തുള്ള എന്നൊക്കെ പറയാൻ അങ്ങനെ. അങ്ങനെയാണ് ഞാൻ ഇവരായിട്ട് കൂടുതൽ അടുക്കണത്. ഇത് മിമിക്രി സ്റ്റേജ് വിടുന്നത് വരെയും, മിമിക്രിയിൽ നിന്ന കാലഘട്ടം വരെ ഇവർ രണ്ടുപേരാണ് എൻ്റെ റോൾ മോഡൽസ്. ഇവരാണ് ഈ മിമിക്രിയിലേക്ക് നമ്മൾ ഇത്രയും കൊണ്ടുവന്നത് തന്നെ. അവിടെ നിന്ന് ഈ പറഞ്ഞ റാംജിറാവു ആണ് ആദ്യം പറഞ്ഞ സിനിമ. ആദ്യ സിനിമയിലുണ്ട്. അതിനു മുമ്പ് ഇവര് എഴുതിയൊരു പടത്തിലുണ്ട്, പപ്പൻ പ്രിയപ്പെട്ട ഫസ്റ്റ് സിനിമ. ഇവരാദ്യം എഴുതിയ പടത്തിനകത്ത് ഇവരെ എഴുതിയ സിനിമയാണ്. ഇവരുടെ അതിൽ അശോകനുണ്ട്, എൻ എഫ് വർഗീസ് ഉണ്ട്, സൈനുദ്ദീനുണ്ട്, കോട്ടയം ജോസഫ്. ഈ അന്നേ നമ്മളിപ്പം ഞാനിപ്പോ ടി വിയിൽ അല്ലെങ്കിൽ സ്റ്റേജൊക്കെ ചെയ്യുന്ന സമയം അതിന്റെ കൂട്ടത്തിലൊരു സിനിമാ പരിപാടി വരുമല്ലോ. അപ്പൊ നമുക്കൊരു ഉൾഭയം വരും. അതായത് നമ്മൾ വളരെ കഷ്ടപ്പെട്ട ഒരു വേറൊരു ചെറിയ നാട്ടുരാജ്യത്തിൽ നമ്മൾ രാജാവായി നിൽക്കുക, വേറൊരു വലിയ രാജ്യത്തിൽ നമ്മൾ പ്രജയായിട്ട് പോവുകയാണ്. ഇനി അവിടം ഭരിച്ച് രാജാവാകുന്നത് എവിടെ കിടക്കുന്ന കാര്യമാണ്. ഇവിടെ ഒരു വലിയ ഒരു അനിശ്ചിതത്വത്തിന്റെ പോയിന്റ്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ഞാൻ മിമിക്രി വിടുന്നത് വരെ എന്നൊരു വാക്ക് പറഞ്ഞു. നിങ്ങൾ ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതി മിമിക്രിയും സ്റ്റേജും വിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ രണ്ട് വള്ളത്തിൽ ഇങ്ങനെ പോയിട്ട് അവസാനം ഒരു കാര്യം പറഞ്ഞു, മിമിക്രി വിടുന്നത് വരെ എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഞാൻ നാടകത്തിന് പോയി, പ്രൊഫഷണൽ നാടകം കളിക്കുക. അതുകൊണ്ടാണ് വിടുന്നത്. ഞാൻ ഇപ്പോഴും മിമിക്രി വിട്ടിട്ടില്ല. അല്ല ഞാൻ അതിപ്പോ ഞങ്ങളും ആരും വിട്ടിട്ടില്ല. ഞാൻ അങ്ങനെയല്ല ഇത് 100 ഫുൾ ടൈം ഇപ്പോഴും മാസത്തെ 200 സ്റ്റേജ് ഉത്സവപ്പറമ്പിൽ പോകുന്നില്ല പരിപാടിക്ക്. ഇല്ലില്ല. നമ്മൾ ഈ രണ്ട് വള്ളത്തിൽ നിന്ന് ഒരു വള്ളത്തിട്ട് കാലെടുത്ത് വെക്കുന്ന സമയത്തുള്ള ഒരു ഭീതി, നിങ്ങളുടെ ആ ഒരു തുടക്ക സമയത്ത് ഈ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ, അവിടെ നിങ്ങൾക്ക് രണ്ടുപേരും അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിത് സിനിമയിൽ പോവാണ്, ഇതിന്റെ ഒരു അല്ല എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ മിമിക്രിക്കാരാണെങ്കിലും നാടകക്കാരാണെങ്കിലും ഇവരുടെയൊക്കെ സ്വപ്നം എന്ന് പറയുന്ന സിനിമയാണ്. അപ്പൊ അതിനകത്തൊക്കെ ഒരു ഓപ്പണിങ് കിട്ടുമ്പോ ഈ ഇപ്പൊ ഞങ്ങളന്ന് നല്ല തിരക്കില് മിമിക്രി ഉണ്ട്, സിദ്ദിഖിന് സ്കൂളിൽ ജോലിയുണ്ട്, ഞാനൊരു ഡ്രാഫ്റ്റ്സ്മാനായിട്ടൊരു ആർക്കിടെക്ടിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഫസാറ് വിളിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഇതൊന്നും കളയാനൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. സിദ്ദിഖിന് കുറച്ച് തടസ്സങ്ങളൊക്കെ വീട്ടിലൊക്കെ ആരൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവസാനം അവരും നിങ്ങൾ രണ്ടില് സിദ്ദിഖ് സാറല്ലേ ആദ്യം അഭിനയിച്ചത് സിനിമയില് നോക്കത്താ കണ്ണൻ നാട്ടില് ഒരു ഷോട്ട് ഒളിഞ്ഞു നിന്ന് ഇരട്ട പേര് വിളിക്കുന്ന വേഷം അഭിനയിച്ചത്. അത് പിന്നെ എപ്പോഴെങ്കിലും അങ്ങനെ അഭിനയമുഖം ഉണ്ടായിരുന്നോ? ഇല്ല. എല്ലാവർക്കും ആഗ്രഹം സിനിമയെന്ന് സമ്മതിച്ചു. പക്ഷേ ഓൺ സ്റ്റേജ് നിൽക്കുന്നവന് ഓൺ സ്ക്രീനാണ് ആഗ്രഹം. ബിഹൈൻഡ് ദി സ്ക്രീൻ എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പക്ഷെ സിദ്ദിഖിന് ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. സിദ്ദിഖ് ശരിക്കും പെട്ടുപോയതാ, അഭിനയിച്ചത് ശരിക്കും പെട്ടുപോയതാ. അന്ന് ആ സീൻ എടുക്കുമ്പോ സതീശൻ എന്ന് പറഞ്ഞ ആലപ്പുഴയിലുള്ളൊരു പയ്യനായിരുന്നു അഭിനയിക്കാൻ വന്നത്. പിന്നീട് ഞങ്ങളുടെ റാംജിറാവിലുണ്ട് പുള്ളി, ഒരു സെക്കൻഡില് ഇൻട്രൻസ് ചെയ്ത വേഷം ഫസ്റ്റ് പാർട്ടിൽ പൊന്നപ്പൻ ഉണ്ടായിരുന്നു, ഡ്രൈവർ. അത് ആ പുള്ളിയാണ്. അവനാണ് തുമ്മാൻ വേണ്ടിട്ട് വന്നത്. പക്ഷെ വന്നിട്ട് ചെയ്തിട്ട് ശരിയായില്ല. അപ്പൊ കാലത്ത് പോയി റോഡിൽ ഷൂട്ട് ചെയ്യണ സമയത്ത് പിന്നെ നിവൃത്തിയില്ലാണ്ട് വന്നപ്പോ ആരെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സിദ്ദിഖിന്റെ തലയിൽ വന്ന് സിദ്ദിഖ് പെട്ടുപോയതാ.
സിദ്ദീഖ് അഭിനയിക്കും. അങ്ങനെ അഭിനയിച്ചു. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് വല്ല സിദ്ദീഖിനും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളുടെ രൂപത്തിനെ പറ്റി നല്ല ധാരണ ഉണ്ടായിരുന്നു നമുക്ക്. ഇന്നത്തെ കാലം പോലെയല്ല. ഇന്നിപ്പോ രൂപത്തിനൊന്നും വലിയ പ്രത്യേകതയൊന്നും വേണ്ട. സുന്ദരനാകണം, വെളുത്തിരിക്കണം, തുറത്തിരിക്കണം എന്നൊന്നുമില്ല. അന്ന് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു മിനിമം ഒരു രൂപം വേണം. അതുപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലം, അതായത് അത്യാവശ്യം നല്ല പൊക്കോ ഇൻസർട്ടും ഒക്കെ ചെയ്ത് വെളുത്തുരുത്തിനൊക്കെ പോകുന്നേണ്ട സിനിമാ നടനെ പോലെ ഒരാൾ. എന്താണ് പറയുന്നത്? നമ്മള് കലാകാരനായോണ്ട് ഒരുത്തും സിനിമ കയറിയില്ലേന്ന് ചോദിക്കുന്ന പോലെ വെറുതെ രൂപമുള്ള ആൾക്കാരോട് നല്ല രൂപമുണ്ടല്ലോ സിനിമ ഇപ്പൊ കൂടെ ചോദിക്കുന്ന സമയം ഉണ്ടായിരുന്നു. ഇവര് നോക്കത്താ ദൂരത്തിന് പോകുന്ന സമയത്ത് അന്ന് ട്രൂപ്പിലുണ്ട്, ഹരിശ്രീയിലുണ്ട്. അപ്പൊ ഇവര് പോകാൻ പോകുന്നോക്കളാ എനിക്കറിയാം. കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ ഹരിശ്രീ ഇല്ല. സത്യം പറഞ്ഞ അന്നില്ല. കാരണം വെച്ചാല് മെയിൻ കളിക്കുന്ന ആൾക്കാരെ രണ്ടുപേര്. അപ്പൊ ഇവര് ഞാൻ ഹരിശ്രീയിലേക്ക് വന്നു. ആ സ്റ്റെപ്പ് ഉണ്ട്, അവിടെ ഒരു സ്റ്റെയർ ഉണ്ട്. ആ സ്റ്റെയറിലേക്ക് കയറി എന്നെ പുറത്ത് വിളിച്ചു. ഇവർ ഓഫീസ് ഇപ്പുറത്താണ്. ആ ഓഫീസിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് അശോ എന്നെ വിളിച്ചു. ഇവൻ തിരിഞ്ഞു വന്നു. ഇവർ രണ്ടുപേരും കൂടി ആ സ്റ്റെപ്പ് ഇറങ്ങി കയറിയിട്ട് ഇങ്ങനെ കൈ തന്നു. ഞങ്ങള് ഫാസിന്റെ പടത്തിന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോവുകയാണ്. വിത്തിൻ 5 years 5 കൊല്ലത്തിൽ ഞങ്ങളൊരു പടം ചെയ്യും. ഇല്ലെങ്കിൽ മെറ്റഡോർ ടെമ്പോല ആ സീറ്റ് അവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ പോണത്. പക്ഷെ 5 കൊല്ലത്തിനുള്ളിൽ പടം ചെയ്തു, എല്ലാ ഹിറ്റും. തെരുവിൽ പെറുക്കി നടക്കുന്ന ആളുകളുടെ ഒരു കഥ എന്ന് പറഞ്ഞൊരു കാബുളിവാല എന്ന് പറയുന്ന ഒരു സിനിമയിൽ എങ്ങനെ എത്തിപ്പെടുന്നത് എന്താണ്? അല്ല, ഞങ്ങളെപ്പോഴും ചെയ്ത പടത്തിൽ നിന്നും നല്ല വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ. അതുകൊണ്ടാണ് രാംജി റാവുവിലുള്ള സ്വഭാവമുള്ള മത്തായിയുടെ സ്വഭാവമുള്ള ഒരു ക്യാരക്ടറല്ല ഹരികർണന്റെ 4 ചെറുപ്പക്കാർ. അല്ലെങ്കിൽ ഇന്നസെന്റ് ചേട്ടനൊക്കെ ആരെങ്കിലും വിടുമോ? രാംജി റാവു കഴിഞ്ഞിട്ട് അടുത്ത പടം എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ഇന്നസെന്റ് ചേട്ടൻ ഡേറ്റ് അപ്പം തരും. നമുക്കും വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. എന്നിട്ട് നമ്മൾ ആ പടത്തിന് ഇന്നസെന്റ് ചേട്ടനെ വെച്ചില്ല. അതൊരു ചെറുപ്പക്കാരുടെ ഒരു സിനിമയാകണം. അങ്ങനെ മാറ്റങ്ങൾ വേണമെന്നും അതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചുകൊണ്ടിട്ടാണ് അങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഞങ്ങൾ ഒരിക്കലും ഈ കാബൂളിവാല എടുക്കുമ്പോൾ ഞങ്ങൾ പോലും ശ്രദ്ധിക്കാത്ത കാര്യം. ഞങ്ങൾക്ക് സ്റ്റഡി ചെയ്യേണ്ടതായിരുന്നു. അതൊക്കെ എഴുതി ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം ഇവരുടെ ചാക്ക് കൊണ്ടുവന്നു ആർട്ട് ഡയറക്ടർ മണി സുചിത്ര. അവരെക്കാൾ നീളമുള്ള ഒരു വലിയ ചാക്ക്. ഞങ്ങൾ ചോദിച്ചത് എന്താണ്, ഇതാണോ? അല്ല, ഇങ്ങനെയാണ്. ശരിക്കും അങ്ങനെയാണ്. അത് ഞങ്ങൾ പോലും അതിനുശേഷമാണ് ശ്രദ്ധിക്കുന്നത്. ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ആളുകൾ നമ്മുടെ ഇടയിൽ നിന്ന് നടക്കുന്നുണ്ടെന്ന്. അവരെക്കാൾ വലിയൊരു ചാക്കുമായിട്ട് നടക്കുന്നത്. അപ്പൊ ആ ഒരു പുതിയൊരു കഥാപാത്രങ്ങളായിരിക്കും, തെരുവിലുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് ആ സർക്കസ് എന്ന് പറയുന്നത്. കാരണം ഇവർക്ക് ഇടപഴകാൻ പറ്റുന്ന തെരുവിലുള്ള നാടോടികളായിട്ടുള്ള ആളുകൾ തന്നെ വേണം എന്ന് പറയുന്നതാണ് സർക്കസിനെ അവസരം കണ്ടെത്തുകയും അങ്ങനെ അങ്ങോട്ട് പോവുകയും ചെയ്തത്. ഞാൻ ഒരാളെ കൂടെ വിളിക്കാം. നമ്മൾ മാത്രം ഇരിക്കുന്നതിനകത്ത് അതിന് അദ്ദേഹം വന്ന കുറച്ചുകൂടെ രസമാവും. സിദ്ദീഖ് സാറിന്റെ ഒരുപാട് സിനിമകളിൽ മനോഹരങ്ങളായ പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാളാണ്. സിദ്ദീഖ് ലാൽ ഷോ എന്ന പേരില് ഇന്ത്യക്കകത്തോ വിദേശത്തോ ഒക്കെ നടന്നിട്ടുള്ള പല ഷോകളിലും ശക്തമായ സാന്നിധ്യമായി മാറിയിട്ടുള്ള ഒരാളാണ്. വളരെ മികച്ച ഗായകനാണ്. ഒരുപാട് സൂപ്പർ ഹിറ്റ് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഗായകൻ അഫ്സൽ. അഫ്സൽക്ക, ഒരിക്കൽ കൂടി സ്വാഗതം. സന്തോഷം. സിദ്ദീഖ് സാറിന്റെ കൂടെ സ്റ്റേജ് ഷോസ് പോയിട്ടുണ്ട്, ഇഷ്ടംപോലെ പടങ്ങളിൽ പാടിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ ആദ്യമായിട്ട്? സിദ്ദീഖ് അണ്ണനെ ആദ്യമായിട്ട് ഞാൻ കണ്ടത്, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട് ശരിക്കും. ബന്ധുക്കളുമാണ്. കാരണം എൻ്റെ ഫാദറും സിദ്ദീഖ് അണ്ണൻ്റെ ഫാദർ ഇസ്മായിൽ അണ്ണനും വളരെ ഫ്രണ്ട്സുമാണ്, എന്നാൽ റിലേറ്റീവ്സുമാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ബന്ധം വീട്ടിലൊക്കെ പണ്ട് വരുമായിരുന്നു. ഞാനൊക്കെ വളരെ ചെറുതായിരുന്നു. പക്ഷെ സിദ്ദീഖ് അണ്ണനെ ഞാൻ കാണുന്നത് ഈ റാംജി റാവ് സ്പീക്കിംഗ് എന്ന സിനിമ, സിദ്ദീഖ് ലാൽ ഇവരെ ആ ഒരു കൂട്ടുകെട്ടിൽ പിറന്ന ഫിലിമിൽ കണ്ടപ്പോഴാണ്. നമ്മൾ ബന്ധമുണ്ടെന്ന് തന്നെ അറിയുന്നത് അപ്പോഴാണ്. പക്ഷേ പാപ്പമാര് തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു. പിന്നെ ഞാൻ സിനിമകളിൽ പാടി തുടങ്ങിയത് ലാലേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത കല്യാണരാമനിലാണ് തുടങ്ങുന്നത്. അതിന് ശേഷമാണ് സിദ്ദീഖ് അണ്ണൻ്റെ സിനിമകളിൽ പിന്നീട് പാടിയിട്ടുള്ളത്. ബോഡി ഗാർഡിലും ഭാസ്കർ ദി റാസ്കളും ഒക്കെ പാടിയത്. ഈ ബോഡി ഗാർഡ് പറയുമ്പോൾ ഇപ്പൊ ഒരു സിനിമയെ ആളുകൾ അതിന്റെ കലാമൂല്യം, അതിന്റെ കണ്ടന്റ് ഒക്കെ വെച്ച് അളക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ വാണിജ്യം വെച്ചിട്ട് പടം 50 കോടി, നിങ്ങൾക്ക് ഒരു 10 കോടി പടം ഉണ്ടോ, 15 കോടി പടം ഉണ്ടോ, അങ്ങനെ അതിലായല്ലോ. അപ്പൊ ഞാൻ സത്യത്തിൽ ഈ 100 കോടി ക്ലബ്ബ് എന്ന് പറയുന്ന കഥ ആദ്യം കേൾക്കുന്നത് ഈ ബോഡി ഗാർഡ് ഹിന്ദിയില്. ഞാൻ അതിനു മുമ്പ് ഈ കഥ ഞാൻ കേട്ടിട്ടില്ല. അതിപ്പോ അടുത്താണെങ്കിലും 100 കോടി ക്ലബ്ബിൽ കയറുന്ന ഒരു പടം, അത് മലയാളത്തിന്റെ റീമേക്ക് ആണെന്ന് പറഞ്ഞ്
ഹിന്ദി പടം വരെ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഒരു സംവിധായകൻ ഇവിടുന്ന് പോയി അത് എല്ലാ ഭാഷയിലും അവിടെ തമിഴ് ചെയ്യുന്നു, അതിനുശേഷം ഹിന്ദി ചെയ്യുന്നു, അത് 100 കോടിയാവുന്നു. അതെല്ലാം സിദ്ദിഖയുടെയാണ്. സിദ്ദിഖ് ആദ്യം ഒറ്റയ്ക്ക് സംവിധാനം ചെയ്യുന്ന പടം ലാൽ സാറാണ് നിർമ്മിച്ചത്. അതെ അതെ. ഫ്രണ്ട്സ് അതിന്റെ ഒരു ഡിസ്കഷൻ എങ്ങനെയാണ് വരുന്നത്? ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഇതായിട്ട് ചെയ്യാം. ഒരാള് ഡയറക്റ്റ് ചെയ്യാം, ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും വന്നതാണ്. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അഫ്സലൊക്കെ വന്ന സ്ഥിതിക്ക് ഞാൻ ചോദിക്കുകയാണ്, അശോകൻ ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവരുടെ സിനിമകളിലെല്ലാം പാട്ടുകൾ ഇതേപോലെ ഇങ്ങനെ കാലത്തെ അതിജീവിച്ച് മുന്നേറി പോകുന്ന ഒരുപാട് മനോഹരമായ പാട്ടുകൾ ഉള്ള സിനിമകളാണ് ചെയ്തിട്ടുള്ള എല്ലാം. അതെല്ലാം അതിൻ്റെതായ ട്രെൻഡിനും ഇപ്പം 1000 കിനാക്കൾ എന്ന് പറയുന്ന പാട്ടെടുത്താൽ, അല്ലെങ്കിൽ അതിൻ്റെ നാടകഗാനം പോലൊരു പാട്ടുണ്ടല്ലോ ആദ്യം പാൽസരണികളിൽ, അത് അല്ലെ പൂക്കാലം വന്നു പൂക്കാലായിക്കോട്ടെ, മന്ത്രി കൊച്ചമ്മ ആയിക്കോട്ടെ, ഈ പാട്ടിന്റെ ഇടപാടിൽ ആരാണ് കൂടുതൽ അഭിപ്രായം പറയുന്ന ആള്? നിങ്ങൾ രണ്ടുപേരില്? ഞാൻ തന്നെ ആയിരിക്കും. എനിക്കത് വളരെ താല്പര്യമുള്ള വിഷയമാണ്. പാട്ട് മാത്രമല്ല, എനിക്ക് ഡബിങ്, എഫക്ട്സ്, സൗണ്ട്സ് എടുക്കുന്നത്, മിക്സിങ്, ഈ കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള താല്പര്യം. ആ താല്പര്യമാണ് ശരിക്കും ഞാൻ സ്റ്റുഡിയോ തുടങ്ങാനൊക്കെ ഉള്ള കാരണം. എനിക്ക് ആ ഈ ശബ്ദത്തിന്റെ സൈഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന്റെ പേരില് പാട്ടേരിയ വരുമ്പോ കൂടുതലായിട്ട് എന്റെ അഭിപ്രായത്തിന് സിദ്ദിഖ് ഒരുപാട് വില കൽപ്പിക്കും. അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായമോ ട്യൂണൊന്നും ഇവിടെ മാറ്റാന്നൊക്കെ പറയുന്നത് സിദ്ദിഖ് ഓക്കെ. അഫ്സലേക്ക് ഇവരുടെ സിനിമയിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി പാടാൻ പറഞ്ഞു. നമ്മളൊക്കെ ചെറുപ്പത്തിലെ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റാംജി റാവ് സ്പീക്കിംഗ് വന്നപ്പോഴാണ് നമ്മൾ നോർമലി നമ്മുടെ മ്യൂസിക് ഡയറക്ടേഴ്സ്, അതായത് രവീന്ദ്ര മാഷ്, ജോൺസൺ മാഷിന്റെ ഒക്കെ പാട്ടുകളാണ് നമ്മൾ. റാംജി റാവ് സ്പീക്കിംഗ് വന്നപ്പോൾ വേറൊരു തലത്തിലുള്ള പാട്ടുകളാണ് നമുക്ക് കിട്ടിയത്, ബാലകൃഷ്ണൻ സാറിന്റെ. അപ്പൊ അതൊരു എന്താ പറയുക, ഒരു ഫ്രഷ്നെസ് ആയിരുന്നു പാട്ടുകൾക്ക്. അപ്പൊ അന്നാണ് എസ് ബാലകൃഷ്ണൻ എന്നുള്ളൊരു മ്യൂസിക് ഡയറക്ടറെ കുറിച്ച് മലയാളികൾ അറിയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ ബിച്ചു തിരുമല സാറിന്റെ നിർബന്ധമായിട്ടും പറയണം. അതെ, തീർച്ചയായിട്ടും. അതെ, അത്രയും വെഴ്സറ്റൈൽ ആയിട്ടുള്ള വരികള് പല പടത്തിലുണ്ട്. മാജിക് ആണ് പുള്ളി. ഈ കൊച്ചു കൊച്ചു വാക്കുകൾ വെച്ചിട്ട് എഴുതി പോകും. അതിന് മനോഹരമായ ഭംഗിയുണ്ടാവും. വെറുതെ പെറുക്കി വെക്കലല്ല, നല്ല അത് വളരെ ഫാസ്റ്റ് ആയിട്ട് പുള്ളി എഴുതും. അതും നീർപ്പളുങ്കുകൾ പോലെയുള്ള പാട്ടുകൾ ഒരു വശത്ത് എഴുതുകയും, എലി തുമ്മിയാൽ മല വീഴുമോ, എരിതിയിൽ ചിരിവേവുമോ, കലഹം കൂടും ഉലകം നേട് പലതും കാട്ടി ഇതിലെ പായുമൊരു പുഴയുടെ തിരയുടെ നുരയുടെ തരി, അങ്ങനെയൊക്കെ എഴുതുക. കുർവാനം നനങ്ങിൽ എന്നൊക്കെ അറിഞ്ഞിരുന്ന ഒരു പാട്ട് കൂടെ അഫ്സലക്ക. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി, അലയും കാറ്റിലുലയും 2 കരയും ദൂരെ ദൂരെ, മനസ്സിലെ ഭാരം പങ്കുവയ്ക്കുവാനും കൂടെയില്ലൊരാളും കൂട്ടിന്നു വേറെ. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി, അലയും കാറ്റിലുലയും 2 കരയും ദൂരെ ദൂരെ.